ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം കുറിവാക്യമായി എടുത്തുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു അത്ഭുതം ചെയ്തതിന് ശേഷം തൻ്റെ ചുറ്റും കൂടിയിരുന്ന യഹൂദന്മാരോട് പറഞ്ഞ ഒരു വചനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. സുവിശേഷത്തിലെ വലിയൊരു മർമ്മമാണ് യേശു ഇവിടെ പ്രസ്താവിക്കുന്നത്. മർമ്മം എന്ന് പറയുമ്പോൾ അതുവരെ രഹസ്യമായിരുന്ന ഒരു കാര്യം, ആർക്കും അറിയാത്തൊരു കാര്യമാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നത്. ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ് ന്യായവിധി നടത്തുക? പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ടാകും ദൈവം ന്യായവിധി നടത്തുമെന്ന്. എന്നാൽ ഈ വചനത്തിൽ പറയുന്നു, ദൈവം ന്യായം വിധിക്കാതെ ന്യായവിധി അത് പുത്രനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന, ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി നടത്തുന്നത് യേശുവാണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് യേശു പറഞ്ഞത് ബെഥസ്ദ കുളത്തിൽ ഒരു വലിയൊരു അത്ഭുതം യേശു ചെയ്തതിന് ശേഷമാണ്. ബെഥസ്ദ കുളത്തിനരികെ ധാരാളം രോഗികൾ കിടന്നിരുന്നു. രോഗസൗഖ്യത്തിനായിട്ട് നാനാ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തർ, അവരെല്ലാവരും രോഗസൗഖ്യത്തിന് വേണ്ടി ഈ കുളക്കരയെ കെടുക്കുകയാണ്. എങ്ങനെയാണ് അവിടെ രോഗസൗഖ്യം ലഭിച്ചിരുന്നത്? ദൈവവചനത്തിൽ പറയുന്നു, കാലാകാലങ്ങളിൽ ഒരു ദൈവദൂതൻ ഇറങ്ങി വരും. ആ ദൈവദൂതൻ ഈ കുളത്തിലെ വെള്ളം കലക്കും. ആ സമയത്ത് കുളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് രോഗസൗഖ്യം ലഭിക്കും. ആ രോഗ്യം എത്ര കഠിനമാണെങ്കിലും, എത്ര വലിയ വ്യാധിയാണെങ്കിലും ആ വ്യക്തിക്ക് രോഗസൗഖ്യം ലഭിക്കും. അതുകൊണ്ട് ധാരാളം പേർ രോഗസൗഖ്യത്തിനായിട്ട് ബെഥസ്ദ കുളത്തിന്റെ അരികെ കിടക്കുന്നു. അവിടേക്ക് യേശു കടന്നു വരികയാണ്. ഈ കുളക്കരയിൽ 38 വർഷമായിട്ട് സുഖമില്ലാതെ കിടക്കുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച് യേശു അറിഞ്ഞു. യേശു ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് അയാളോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിപ്പാൻ മനസ്സുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, കർത്താവേ, എന്നെ വെള്ളത്തിലേക്ക് ഇറക്കുവാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ മുമ്പേ ഇറങ്ങുന്നു. അതുകൊണ്ട് തനിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നില്ല എന്ന്.
അയാൾ രോഗസൗഖ്യം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പരസഹായമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഈ ദൂതൻ വെള്ളം കലക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുവാൻ സാധിച്ചിരുന്നില്ല. നീണ്ട 38 വർഷം അയാൾ അവിടെ ഇത് കാത്തു കിടക്കുകയാണ്. യേശു അയാളോട് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് എഴുന്നേറ്റ് നീ നടക്ക എന്ന്. പെട്ടെന്ന് അവന് രോഗസൗഖ്യം ലഭിച്ചു. അവൻ കിടക്ക മടക്കിയെടുത്ത് എഴുന്നേറ്റ് നടന്നു. ഇത് കണ്ടപ്പോൾ യഹൂദന്മാർക്ക് യേശുവിനോട് വളരെ കോപം തോന്നി. കാരണം അന്ന് ശബത്തായിരുന്നു. ശബത്ത് ദിവസം ഇത് ചെയ്യരുതെന്ന് യഹൂദന്മാർ നിഷ്കർഷിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് അവർ യേശുവിനെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, എൻ്റെ പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. എൻ്റെ പിതാവ്, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് ദൈവം ചെയ്യുന്ന കാര്യമാണ് പുത്രനായ ഞാൻ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ പിതാവ് ചെയ്യുന്നത് അത് എന്താണെന്ന് എനിക്ക് കാണിച്ച് തരുന്നുമുണ്ട്. വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. ദൈവം ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം കൊടുക്കുന്നത് പുത്രനായ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് കണ്ട യേശു അതുപോലെയാണ് ഈ ലോകത്തിൽ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് എന്നർത്ഥം. താൻ ചെയ്യുന്നത് പിതാവ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് എന്ന് യേശു വലിയൊരു രഹസ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. പിതാവായ ദൈവം മരിച്ചവരെയും ഉയർപ്പിക്കുന്നു. അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്ന് യേശു പറയുകയാണ്. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്താണോ, പിതാവ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് യേശു ചെയ്തിരുന്നത്. അല്ലാതെ സ്വന്തം ഇഷ്ടമല്ല എന്ന് ഇവിടെ യേശു യഹൂദന്മാരോട് തുറന്ന് പറയാം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ 3 വ്യക്തികളെ യേശു മരണത്തിൽ നിന്ന് വിടുവിച്ച് ജീവൻ നൽകിയിട്ടുണ്ട്. ഒന്നാമതായി നാം കാണുന്നത് പള്ളി പ്രമാണിയുടെ മകളാണ്. അവൾ അധികം പ്രായമില്ലാത്തതായ ഒരു പെൺകുട്ടിയാണ്. പള്ളി പ്രമാണിയുടെ മകൾ. ആ മകൾ മരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും അവിടേക്ക് കടന്നു ചെല്ലുന്നു. ആ കുട്ടിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ആ കുട്ടി ജീവങ്കിലേക്ക് വരുന്നു. രണ്ടാമതായിട്ട് നാം കാണുന്നത് നയീൻ എന്ന പട്ടണത്തിലെ ഒരു വിധയുടെ മകന് കൊടുക്കുന്നതായ രോഗസൗഖ്യമാണ്. ആ മരിച്ച വ്യക്തിയുടെ മൃതശരീരം സംസ്കരിക്കുവാനായിട്ട് പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നത്. ശവമഞ്ചത്തെ അനുഗമിക്കുന്ന വിധവയായ അമ്മയെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞു. യേശു ആ ശവമഞ്ചം തൊട്ടു. ആ മരിച്ചുപോയ ആ മകൻ ജീവങ്കിലേക്ക് കടന്നു വന്നു. മൂന്നാമതായിട്ട് യേശു ഉയർപ്പിച്ചത് ലാസറിനെയാണ്. നമുക്കറിയാം, അത് മരിച്ച് 4 ദിവസമാണ്. കല്ലറിൽ അടക്കം ചെയ്തു. ആ ലാസറിനെയും യേശു ഉയർപ്പിക്കുന്നു. അപ്പോൾ നാം ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് യേശു ചെയ്യുന്നതെന്ന്. എന്നിട്ട് പറയുന്നു, ന്യായവിധി
അത് നടത്തുന്നത് എൻ്റെ പിതാവായ ദൈവമല്ല, പിന്നെയോ അത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യേശു വെളിപ്പെടുത്തിയാണ്. ആ വാക്യമാണ് നമ്മൾ വായിച്ചത്. പിതാവായ ദൈവം ന്യായവിധി എന്ന വലിയ ചുമതല യേശുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൽ യേശു നമ്മെ എല്ലാവരെയും ന്യായം വിധിക്കും. എന്തിനാണ് പിതാവായ ദൈവം അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി യേശു പറയുന്നുണ്ട്. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും മറ്റുള്ളവർ ബഹുമാനിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പിതാവായ ദൈവം ചെയ്യുന്നതെന്ന്. ദൈവത്തെ നാം ബഹുമാനിക്കുന്നുണ്ട്, ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പുത്രനായ യേശുവിനെയും മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ട് ഈ വലിയ ചുമതല പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ന്യായവിധി? വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നുവല്ലോ. തേജസ്സിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നു. സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടുന്നു. രണ്ട് ഭാഗമായിട്ട് വന്നിരുന്നവരെ വേർതിരിക്കുന്നു. ചെമ്മരിയാടുകൾ, കോലാടുകൾ എന്ന നാമത്തിൽ അവരെ വേർതിരിക്കുകയാണ്. ചെമ്മരിയാടുകൾ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തുന്നു. എന്നിട്ട് യേശു ന്യായവിധി ആരംഭിക്കുകയാണ്. യേശുവും അവരോട് പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, എന്നെ കാണുവാൻ നിങ്ങൾ വന്നു. ഒരു ഗ്രൂപ്പിനോട്, അതായത് വലത് ഭാഗത്ത് നിൽക്കുന്ന ഗ്രൂപ്പിനോട് യേശു ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന്. പിന്നീട് ഇടത് ഭാഗത്തുള്ള ആ വ്യക്തികളോട് യേശു പറയുകയാണ്, എനിക്ക് വിശന്നു, എന്നാൽ നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, എന്നാൽ നിങ്ങൾ എനിക്ക് കുടിപ്പാനായിട്ട് തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, എന്നാൽ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, എന്നെ കാണുവാനായിട്ട് നിങ്ങൾ വന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല. എന്നിട്ട് പറയുന്നു, നിങ്ങൾ നിത്യാഗ്നിയിലേക്ക് പോകുമെന്ന്. ന്യായവിധിയുടെ ഒരു ചിത്രമാണ് ഞാൻ ചുരുക്കമായിട്ട് പ്രസ്താവിച്ചത്. അതുകൊണ്ട് നാം എല്ലാവരും ഒരു ദിവസം യേശുവിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും ന്യായവിധിക്കായിട്ട്. യേശു നമ്മെ ന്യായം വിധിക്കും. അപ്പോൾ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? നാം ചിന്തിച്ചു നോക്കുക. നിത്യജീവൻ പ്രാപിച്ച് നിത്യതയിൽ നമുക്ക് പ്രവേശിപ്പാൻ കഴിയുമോ? അതോ സാത്താനെയും അവന്റെ ദൂതന്മാർക്കും വേണ്ടി തയ്യാറാക്കിയ നിത്യാഗ്നിയിലേക്ക്, നരകത്തിലേക്ക് പോകേണ്ടി വരുമോ? ചിന്തിക്കുക. അത് ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ, നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കുമ്പോൾ, ആ രക്ഷയുടെ അനുഭവത്തിൽ നാം വളർന്ന് വരുമ്പോൾ, ആ വലിയ അനുഭവം, നിത്യതയുടെ അനുഭവം ദൈവം നമുക്ക് തരും. അതിനായി നാം ഇപ്പോൾ തന്നെ ഒരുങ്ങുക. അത് നാളത്തേക്ക് നീട്ടേണ്ട കാര്യമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. നിത്യതയ്ക്കായിട്ട് കാത്തിരിക്കുക. അവിടെ കർത്താവായ യേശുവുണ്ട്, പുത്രനായ യേശുവുണ്ട്, പിതാവായ ദൈവമുണ്ട്.
പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. അത് അത്രമാത്രം സന്തോഷകരമായ ഒരു അനുഭവം. സ്വർഗത്തിൽ സന്തോഷത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയരെ, അതിനായിട്ട് ഒരുങ്ങുക. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.